ഈ കിടപ്പിന്ന് എഴുന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, ഇങ്ങനെയൊന്നും പറയരുത്. അച്ഛൻ കൂടുതൽ തളർന്നു പോവല്ലേ ഉള്ളൂ. മനസ്സിന് ധൈര്യം നൽകിയ തന്നെ പകുതി അസുഖവും മാറും. അതിന്റെ കൂടെ മരുന്നു. ഓ, പ്രാർത്ഥനയും കൂടിയായ ഉറപ്പായും അച്ഛൻ എഴുന്നേറ്റ് നടക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാ മതി. ഓ, അടുക്കളക്കാരിയുടെ ഉപദേശം സ്വീകരിച്ച് ഞാൻ കാശിക്ക് പോകാം ഗോപിയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അല്ലെങ്കിൽ പളനി പോയി തലമുട്ടയടിക്കാം. അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നീ നിന്റെ പണി എടുത്താ മതി. ഇങ്ങത്താ, ഞാൻ കൊടുത്തോളാം. വേണ്ടമ്മേ, ഞാൻ കൊടുത്തോളാം. ഇങ്ങ് തരാനല്ലേ പറഞ്ഞത്? ഇങ്ങ് തടി. അമ്മ തരാൻ. വേണ്ട, ഞാൻ കൊടുക്ക. വേണ്ടെന്നേ. നീ തരാനല്ലേ പറഞ്ഞത്? നീ പോയേ. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? ആ, ഗോപിയേട്ടാ കഴിക്ക്. കഴിക്ക് ഗോപിയേട്ടാ. വാ തുറന്നേ. ഞാനല്ലേ തരുന്നേ. ഓ, വാശി. അങ്ങനെയാണെങ്കി എനിക്കും ഉണ്ട് വാശി. അവളുടെ കൈകൊണ്ട് കിട്ടിയാൽ മാത്രമേ കഴിക്കുള്ളൂ എങ്കിൽ കഴിക്കണ്ട. തളർച്ചയുടെ കൂടെ പട്ടിണി കൂടി ആവുമ്പോ നല്ല ചേലായിരിക്കും. അവിടെ കിടക്ക്. എങ്ങനെ എടുക്കുക? ജിതിനെ, ദേ അത് കണ്ടോ? അവിടെ ഇനി എന്താ സംഭവിക്കാന്ന് ഗസ് ചെയ്യാൻ പറ്റും നിനക്ക്? അവളുടെ ആ ചാട്ടം കണ്ടിട്ട് അത് അവൾക്ക് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നടുതല്ലി വീഴാനും സാധ്യതയുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ അതല്ല സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അവളെന്തിനാ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നേ? എന്തോ എടുക്കാനുള്ള ശ്രമോ. ഒരു സ്റ്റൂൾ എടുത്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവളത് ചെയ്യില്ല. എന്തുകൊണ്ടാന്ന് ജാസ്മിന് പറയാമോ? വിശാൽ ഇപ്പൊ അവിടെ എത്തും. അത് ഒരു റൊമാൻറ്റിക് സീനായി മാറുകയും ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ. ആ, ദേ വന്നു. കണ്ടില്ലേ? ഇനി പാർവതി നീ എന്തെടുക്കാന്ന് വിശാല് ചോദിക്കും. എനിക്കിത് എടുക്കണം, പക്ഷെ എത്തുന്നില്ല വിശാൽ സാറേ എന്നവള് പറയും. അപ്പൊ വിശാല് അവളെ എടുത്തുയർത്തും. അന്നേരം അവള് ഈസി ആയിട്ട് അത് എടുത്തോണ്ട് ഇറങ്ങും. അതായിപ്പോ അവിടെ സംഭവിക്കാൻ പോകുന്നത്. സംശയോടെ നോക്കിയോ. വിശാല് പാർവതി എടുത്തുയർത്താനോ? നടന്നത് തന്നെ. അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷേ വിശാല് അതൊരിക്കലും ചെയ്യില്ല. നീ ഇതിവിടെ എന്തെടുക്കുക? വിശാല് പാർവതിയുടെ അടുത്തെത്തി. ഇനി അങ്കിള് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് നോക്കാലോ. എന്തെടുക്കുക? എനിക്ക് അത് എടുക്കണം വിശാൽ സാറേ. പക്ഷെ എത്തുന്നില്ല. കണ്ട, ദേ നോക്ക്. ദേ കണ്ടോ, അതിന്റെയൊക്കെ ഇല വാടി തുടങ്ങി. അങ്കിള് പറഞ്ഞതുപോലെ തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കിപ്പോ അത് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. വാ, ഞാൻ സഹായിക്കാം.
എടുക്ക. വിശാൽ മതി, അവിടെ താഴെ ഇറക്ക്. ജാസ്മിൻ, എന്താ ജാസ്മിൻ? ആരെ താഴെ ഇറക്കാൻ? ആ, പാർവതി, ഇവിടെ എന്താ ഒരു നിലവിളി കേട്ടെ? എനിക്കറിയില്ല. ദേ അവളാ ശബ്ദം ഉണ്ടാക്കിയത്. നിനക്കെന്താ വട്ടു പിടിച്ചോ? ശരിക്കും നോക്ക്. ജതിൻ, ആ, എന്താ പ്രശ്നം? വായങ്ങോട്ട് നടക്ക്. ഏയ് ഒന്നുമില്ല ആന്റി. വിവാഹം മുടങ്ങിയതിനു ശേഷം ഇവളിങ്ങനെയാ. വിശാലിനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാ എപ്പോഴും ഇവളുടെ മനസ്സിൽ. നീ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ എടുക്കാം. ഏയ് വിഷ്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളില്ലേ? മാത്രമല്ല ഇപ്പൊ ഇതെടുക്കേണ്ട ആവശ്യം എന്താ? അതവിടെ തന്നെ ഇരിക്കട്ടെ. അതിനെന്തെങ്കിലും ആവശ്യം കാണും. കണ്ടില്ലേ ഇലയൊക്കെ വാടിയിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ എടുത്തു കൊടുക്കുന്നതാണ് പ്രശ്നമെങ്കിലേ ആന്റി എന്നെ എടുത്തു കൊടുക്കും. ഞാനും നടന്നത് തന്നെ. ചെയ്യേയില്ല, ചെയ്യാനൊട്ട് സമ്മതിക്കുകയില്ല. അമേരിക്കയിലൊക്കെ അങ്ങനെയാ ബ്രോ. വൈക്കോൽ കൂനയില് നായ കിടക്കുന്നത് പോലെ പട്ടിയൊട്ട് തിന്നത്തുമില്ല, പശുവിനൊട്ട് തീറ്റിക്കത്തുമില്ല. അയ്യോ വിശാൽ സാർ. വിഷ്, വിഷ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുതെന്ന്. അയ്യോ വിശാൽ, നോക്കട്ടെ വിശാൽ സാർ. കണ്ണിൽ ഊതി കൊടുക്ക പാർവതി. ആ, വേണ്ട വേണ്ട, ഞാൻ ഊതി കൊടുത്തോളാം. വിശാൽ നോക്കട്ടെ. ഓ, ഒന്ന് പതുക്കെ ഊത്. ഇങ്ങനെ ഊതിയാലേ കണ്ണിലെ കൃഷ്ണമണി വരെ തെറിച്ചു പോവുമല്ലോ. പോയോ? വല്ലാത്തൊരു ഇറിറ്റേഷൻ. പ്രതാപ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. വാ. ഞാനൊന്ന് നോക്കിക്കോട്ടെ. നീ ആരാ? ഐ സ്പെഷ്യലിസ്റ്റോ? ദേ, എല്ലാ കാര്യത്തിലും കയറി തലയിടുന്ന നിന്റെ ഈ സ്വഭാവം ഒന്ന് നിർത്തണം കേട്ടോ. മാറങ്ങോട്ട്. വിശാൽ സാർ, വിശാൽ സാർ നോക്കട്ടെ. കണ്ണടയ്ക്കല്ലേ വിശാൽ സാർ. കുറച്ച് സമയമുള്ളൂ, ഇപ്പൊ ശരിയാക്കി തരാം. ആ, ഇപ്പൊ എങ്ങനെയുണ്ട് വിശാൽ സാർ? പോയി, ആശ്വാസമുണ്ട്. വിശാൽ ബ്രോയുടെ കാര്യമാകുമ്പോ ആവേശം മൂത്ത് ഓടി വരുന്ന ചിലരുണ്ട് ഇവിടെ. എന്നാലോ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല. അതിന് പാർവതി തന്നെ വേണേം താനും. പക്ഷെ പാർവതി എന്ത് ചെയ്താലും അത് കുറ്റം. ഇവരെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്ക എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പാ. ഡേഡി, അതിനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചാ പോരാ. ആ തിരുനട ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഇനി നീ എത്ര കണ്ട് മനമൊരുക്കി പ്രാർത്ഥിച്ചാലും ഇവള് ഞങ്ങളുടെ കണ്ണിലെ കരട് തന്നെയാ.
വാ ജാസ്മിൻ. ഇപ്പൊ ശരിയായില്ലേ? പോയി അതെടുക്കണ്ടേ? ആ വണ്ടി ഒന്ന് ഫോളോ ചെയ്തേക്ക്. ജതിൻ എവിടെയോ അത്യാവശ്യമായിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അത്ര വലിയ തിരക്കില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എനിക്ക് സംസാരിക്കണം. എന്ത് തിരക്ക്? 2 മിനിറ്റ് അല്ല, 5 മിനിറ്റ് നമുക്ക് സംസാരിക്കാലോ. അരവിന്ദൻ സാറ് പറയണം. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിൽ അപ്രതീക്ഷിതമായി ഡിവൈഎസ്പി സാറിന്റെ ഇടപെടലുണ്ടാകുന്നു. ഇങ്ങനെ അന്വേഷിക്കണം, അങ്ങനെ അന്വേഷിക്കണം എന്നല്ല, അരവിന്ദൻ ഇനി ആ കേസ് അന്വേഷിക്കേണ്ടതേ ഇല്ലെന്ന്. സ്വാധീനമുള്ളവർ വിചാരിച്ചാൽ ഏത് കേസ് അന്വേഷണവും ദിശ മാറ്റാൻ കഴിയുമെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതിൽ വലിയ അത്ഭുതം തോന്നിയില്ല. ഡിവൈഎസ്പി സാറിനോട് ഉടക്കാനും പോയില്ല. കാരണം കേസ് അന്വേഷിക്കാൻ മേൽ ഓഫീസർമാരുടെ ഉത്തരവിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ അവരുടെ അനുവാദം വേണം. ഇതൊക്കെ നിങ്ങളുടെ ഒഫീഷ്യൽ മാറ്റർ അല്ലേ? എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? അത് ന്യായം. ഞാൻ മുഴുവൻ പറയട്ടെ. അത് കഴിയുമ്പോ ജതിൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ജതിന് കിട്ടും. പാർവതി എന്നെ ഏൽപ്പിച്ച പൂക്കളിൽ അവള് സംശയിക്കുന്ന പോലെ വിഷത്തിന്റെ സാന്നിധ്യമുണ്ടോന്നാണ് ഞാൻ ആദ്യം കണ്ടെത്താൻ ശ്രമിച്ചത്. ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പോസിറ്റീവ്. സോ അതിന്റെ പിന്നിൽ ആരെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു എന്റെ അടുത്ത ലക്ഷ്യം. പ്രതികളെയും കണ്ടെത്തി. ഇതെല്ലാം ഞാൻ എല്ലാവരുടെയും സമക്ഷത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ പ്രതികളെന്ന് പറയുന്നവർ സമാനമായ രീതിയിൽ മുൻപ് ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് ചില സൂചനയും കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ജതന് മനസ്സിലാവുന്നുണ്ടാവും. എന്റെ അനിയത്തി, നിന്റെ ഭാര്യ, ഒരസുഖവും ഇല്ലാതെ നിന്ന നിൽപ്പിൽ മരണപ്പെട്ടു. അതൊരു സ്വാഭാവിക മരണമായിട്ടേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ that was a well planned murder. നിനക്കും നിന്റെ അനിയത്തി ജാസ്മിനും സുഖം തന്നെയല്ലേ ജതൻ? ഞാൻ അവളെ വന്ന് കാണുന്നുണ്ടെന്ന് അവളോട് പറഞ്ഞേക്ക്. പാർവതി അവളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞു. അതിലൊന്നും ഒരു കഴമ്പുമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഡിവൈഎസ്പി സാറ് അവളെ കസ്റ്റഡിയിലെടുത്തത്. ഇനിയും നിങ്ങൾ അവള് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണോ? ഏത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്റെ വിശ്വാസങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടാവണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ്. അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റിയെങ്കിലും എന്റെ അനിയത്തിയുടെ മരണകാരണം എനിക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. ആ അന്വേഷണം വന്നു നിൽക്കുന്നത് ദാ ഇപ്പോ ഇവിടെ നിന്റെ മുന്നിൽ. സ്വാർത്ഥനായ ഒരു അഡ്വക്കേറ്റിന്റെ മകളോടും അവളുടെ സഹോദരനോടും തെളിവുകൾ അവശേഷിപ്പിക്കാതെ എങ്ങനെ കൃത്യം ചെയ്യണമെന്ന് അച്ഛനായ അഡ്വക്കേറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. പക്ഷേ പാർവതിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവിടെ നിങ്ങൾക്ക് പിഴച്ചു. പൂട്ടുമ്പോ എത്ര സമർത്ഥനായ വക്കീൽ വിചാരിച്ചാലും തുറക്കാത്ത രീതിയിൽ അഴികൾക്ക് അഴിയാത്ത പൂട്ടിട്ട് പൂട്ടണ്ടേ? ആ പൂട്ടുമായിട്ട് ഞാൻ വരും.
രണ്ടിനെയും ഒടുക്കത്തെ പൂട്ടിട്ട് പൂട്ടാൻ. അതിനുള്ള തെളിവുകൾ ഇപ്പോ എന്റെ കയ്യിലുണ്ട്. ഇനി ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേലാഫീസർമാരുടെ അനുവാദ പത്രം മാത്രം മതി. കാണാം. പോവാം. വിശൽ സർ, എന്താ വായിക്കുന്നേ? ഒരു കഥ. കഥയോ? നല്ല കഥയാണോ? ഹൃദയസ്പർശിയായ ഒരു കഥ. ഒരു അമ്മയുടെയും മകന്റെയും ജീവിതത്തിന്റെ കഥ. എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഷുവർ. ചുരുക്കി പറയാം. നീ ഇരിക്ക. ഒരിടത്തൊരിടത്ത് ഒരമ്മയും മകനും ഉണ്ടായിരുന്നു. താരാട്ട് പാടി മകനെ ഉറക്കുന്ന അമ്മ, അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന മകൻ. ഒരു പ്രഭാതത്തിൽ ആ അമ്മ ഉറക്കം ഉണർന്നില്ല. ആ മകനെ തനിച്ചാക്കി അമ്മ സ്വർഗത്തിലേക്ക് പോയി. അമ്മയുടെ ഓർമ്മകളുമായി ആ മകൻ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മകന്റെ ബർത്ത്ഡേ അടുത്തപ്പോ സ്വർഗത്തിലുള്ള അമ്മയ്ക്ക് നല്ല വിഷമം. ഇതിനു മുമ്പുള്ള എല്ലാ ബർത്ത്ഡേക്കും ആ മകന് ആ അമ്മ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ജന്മദിനത്തിന് അതിന് കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് ആ അമ്മ തന്റെ സങ്കടം ദൈവത്തോട് പറഞ്ഞു. എന്നിട്ട് അപ്പോ ദൈവം പറഞ്ഞു, വഴിയുണ്ടാക്കാം. എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്, ഞാനത് അവൻ എത്തിച്ചു കൊടുക്കാന്ന്. പക്ഷേ എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ആ അമ്മ പറഞ്ഞു, അവന് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കണമെന്ന്. അവൻ എന്റെ അടുത്ത് എത്തുന്നത് വരെ ആ ഗിഫ്റ്റ് നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന്, പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കണമെന്ന്. അങ്ങനൊരു ഗിഫ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവും. ദൈവത്തോടല്ലേ പറഞ്ഞത്? ദൈവത്തിന്റെ കയ്യില് എന്താ ഇല്ലാത്തെ? എന്നിട്ട് എന്ത് ഗിഫ്റ്റാ ദൈവം ആ മകന് കൊടുത്തത്? എന്തായിരിക്കും? എനിക്കറിയില്ല. എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഗിഫ്റ്റ് ആയിരിക്കും, അതുറപ്പാ. ആ ജന്മദിനത്തിന്റെ അന്ന് അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. പെൺകുട്ടി? എന്നിട്ട് എന്നിട്ട് അവസാനം ഈ കഥ എഴുതിയ ആള് പറയുന്നു, നിഷ്കളങ്കമായ സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഭാര്യയായി ആ പെൺകുട്ടി അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അതായിരുന്നു ദൈവം അവന് കൊടുത്ത പിറന്നാൾ സമ്മാനം. അത് സത്യമായിരിക്കോ? പാർവതിക്ക് എന്ത് തോന്നുന്നു? എനിക്കറിയില്ല. പക്ഷേ ഈ കഥയിൽ പറഞ്ഞ ഒരു കാര്യം സത്യം.
സ്വർഗത്തിൽ പോയ അമ്മ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മകന് ഒരു സമ്മാനം കൊടുത്തേക്കും.